ഈ വീഡിയോയുടെ ലക്ഷ്യം കഴിഞ്ഞ വീഡിയോയിൽ ആ ചർച്ചകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡെഫിനിഷൻ പറയലാണ്. അതായത് ഐസോമോർഫിക് വെക്ടർ സ്പേസസ് അല്ലെങ്കിൽ ഐസോമോർഫിസം അതെന്താണ് ഡിഫൈൻ ചെയ്യലാണ്. അപ്പോൾ അതിലേക്ക് വരാം. അതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി മാത്തമെറ്റിക്കലി സംഗ്രഹിക്കണം. മാത്തമെറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാത്തമെറ്റിക്കൽ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ തന്നെ ഈ ഐസോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ ആയിക്കോളും. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് വരാം. ഈ ബോർഡൊക്കെ ഏകദേശം കഴിഞ്ഞ വീഡിയോയുള്ള ബോർഡ് തന്നെയാണ്. എന്നാൽ ചുമ്മാ ഒന്ന് വായിച്ചോളൂ. അതായത് നമ്മുടെ കയ്യിലൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ഓവർ എ ഫീൽഡ് എഫ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഓർഡേർഡ് ബേസിസ് ബി ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മളെന്തേ പറഞ്ഞത്, ഈ വിൻ്റെ അകത്തുള്ള ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിംഗ്ലി എഫ് എന്നിലൊരു എൻടപ്പിൾ ഉണ്ട് അല്ലേ. അതെങ്ങനെ കിട്ടുക? ഈ വിനെ ഈ ഓർഡേർഡ് ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ ഇട്ട് എഴുതുക. അപ്പം വരുന്ന ഈ കോഎഫിഷ്യൻസിനെ അതേ ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഫ് എന്നിലെ ഒരു എൻടപ്പിൾ കിട്ടും. അപ്പം ഈ എൻടപ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ വിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എന്നാണ് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഈ കോർഡിനേറ്റ് വെക്ടർ കാണുമ്പം നമ്മളെ വെക്ടർ സ്പേസിൻ്റെ ഈ ഓർഡേർഡ് ബേസിസിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു ഓർഡേർഡ് ബേസിസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടാണ്. ഓർഡർ ബേസിസിലാണ് നമുക്ക് കോർഡിനേറ്റ് വെക്ടർ കാണാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ഈ ഓർഡേർഡ് ബേസിസിൻ്റെ ഓർഡർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ V1 V2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിചാരിക്കുക. അപ്പോൾ ഇവിടെ C1 C2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ മാറും. അപ്പം ഈ ഓർഡേർഡ് ബേസിസ് ഏതാണ്, അതിൻ്റെ ഓർഡർ ഏതാണെന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നിങ്ങൾക്കറിയാം. സോ നമ്മുടെ ഒരു റെഡിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇയാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓർഡേർഡ് ബേസിസ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഫിക്സഡ് ബേസ് അതായത് വെക്ടർ സ്പേസ് വിത്ത് ദിറ്റ് ഫിക്സഡ് ഓർഡേർഡ് ബേസിസ് ആണ് നമ്മൾ ഈ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു, ഇവിടുത്തെ ഏതൊരു വെക്ടർ ബി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കോർഡിനേറ്റ് വെക്ടർ ഉണ്ട്. ഇനി ഈ ഇവിടുത്തെ ഈ വെക്ടറിനെ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിന് നമുക്കൊരു പേര് കൊടുക്കാം, ടി അല്ലേ. ടി ഫ്രം വി ടു എഫ് എൻ. അയാളെ പണി എന്താണ്? ഇവിടുത്തെ ഒരു വി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടറാണ് ഇവിടുത്തെ. അപ്പം ഈ വിൻ്റെ ഇമേജാണ് ഇതിൽ ആക്ച്വലി ടി ഓഫ് വി. ടി ഓഫ് വി എന്ന് പറഞ്ഞാൽ വിൻ്റെ കോർഡിനേറ്റ് വെക്ടർ. ക്ലിയർ? ദിസ് ഈസ് വി, ടി ഓഫ് വി. ഇത് നൈസ്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേറെയും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ടി ആയിട്ട് ബന്ധപ്പെട്ട്. എന്തായിരുന്നു? ടി ഒരു 1-1 കറസ്പോണ്ടൻസ് ആണ്. അത് ബൈജക്റ്റീവ് മാപ്പാണ് അല്ലേ. ഇവിടുത്തെ ഏതൊരു വെക്ടർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണിക് കോർഡിനേറ്റ് വെക്ടർ ഇവിടെ ഉണ്ട്. ഇനി മാത്രമല്ല എഫ് എന്നിൻ്റെ അകത്തുള്ള ഏതൊരു എൻടപ്പിൾ എടുത്താലും അത് ഇവിടുത്തെ ഏതൊരു വെക്ടറിൻ്റെ കോർഡിനേറ്റ് വെക്ടർ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയാണ്. സോ ടി ഈസ് എ ബൈജക്റ്റീവ് മാപ്പ് ഫ്രം വി ടു എഫ് എൻ. അത് ഞാൻ ഇവിടെ നോട്ട് ചെയ്യട്ടെ. ടി ഫ്രം വി ടു എഫ് എൻ ഈസ് ബൈജക്റ്റീവ്. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ഈ ടി ഒരു ബൈജക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ വിയിലെ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എഫ് എന്നിലെ ടപ്പിൾസ് ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞു. എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഈ വെക്ടറിനെ ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടറോട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ ഈ വെക്ടർ സ്പേസിലെ ഏതൊരു വെക്ടറിനെയും അതിൻ്റെ കോർഡിനേറ്റ് വെക്ടറോട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പേരിടാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു അല്ലേ. ഒരു 1-1 കറസ്പോണ്ടൻസ് ആയതുകൊണ്ട് അത് പോസിബിളാണ്. അപ്പം നമുക്ക് ഈ വെക്ടർ സ്പേസിൻ്റെ അകത്തുള്ള എലമെൻസിനൊക്കെ ഈ എഫ് എന്നിലെ എൻടപ്പിൾസ് വെച്ചിട്ട് പേരിടാം എന്ന് നമ്മൾ പറഞ്ഞാണ്. അതിനുശേഷം നമ്മളെന്താ പറഞ്ഞത്? അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ വിൻ്റെ അകത്ത് 2 വെക്ടേഴ്സ് എടുക്കുക. ഒന്ന് ഇത് തന്നെ, ഇതിൻ്റെ പേര് ഞാൻ മാറ്റട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പേര് മാറ്റിയിട്ടുണ്ട് 2 എടുത്തപ്പം. അതേപോലെ ഇതിൻ്റെ പേര് ഞാനിപ്പോൾ യു എന്നാക്കുകയാണ്. അപ്പോൾ ഇതെന്താവും? ടി ഓഫ് യു ആവും. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ ഒരു വെക്ടർ യു എടുത്തു. രണ്ടാമത്തെ വെക്ടർ നമുക്ക് വി ഈക്വൽ ടു D1 V1 പ്ലസ് എറ്റ്സെട്ര പ്ലസ് DN VN എഴുതുക. ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എന്താ അവിടെ വരിക? ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ പേരെന്താ അവിടെ വരിക? ഇതിൻ്റെ കോർഡിനേറ്റ് അക്കോർഡിംഗ് ടു ദിസ് ബേസിസ് ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എന്ത് വരും? D1 എറ്റ്സെട്ര DN വരും അല്ലേ. അപ്പം ഈ വിയിലെ യുനെയും വിനെയും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ 2 ടപ്പിൾസാണ്. ക്ലിയർ? നൈസ്. പിന്നെ നമ്മളെന്താ പറഞ്ഞത്? ഈ 2 വെക്ടേഴ്സിന് എഫ് എന്നിലെ റൂൾ പ്രകാരം, എഫ് എന്നൊരു വെക്ടർ സ്പേസാണ് നമുക്കറിയാം. അപ്പോൾ എഫ് എന്നിലെ അഡീഷൻ അല്ലേ, യൂഷ്വൽ അഡീഷൻ, അത് പ്രകാരം ഈ 2 വെക്ടേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താ കിട്ടുക? C1 പ്ലസ് D1 എറ്റ്സെട്ര CN പ്ലസ് DN. ഇവിടെ രസകരമായ കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്താണ്? ഈ എഫ് എൻ റൂൾ പ്രകാരം ഇവർ ആഡ് ചെയ്താൽ കിട്ടുന്ന ഈ വെക്റ്റർ, ഈ സംഭവം, ഈ എൻടപ്പിൾ, ഈ യുവും വിയും ആഡ് ചെയ്താൽ കിട്ടുന്ന യു പ്ലസ് വിൻ്റെ കോർഡിനേറ്റ് വെക്ടർ ആയിരിക്കും. അതായത് യു പ്ലസ് വി എന്താണ്? C1 പ്ലസ് D1 V1 പ്ലസ് എറ്റ്സെട്ര പ്ലസ്
സി എൻ പ്ലസ് ഡി എൻ വി എൻ. ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടറാണ് കിട്ടുക. അതായത് ഈ രണ്ട് വെക്ടേഴ്സ് ആക്ച്വലി ഈ യുവിനെ വിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെക്ടേഴ്സിനെ എഫ് എന്നിലെ യൂഷ്വൽ അഡീഷൻ പ്രകാരം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും സമ്മിൻ്റെ കോർഡിനേറ്റ് വെക്ടറാണ് വരിക. അപ്പോൾ ഇവിടെ ഈ സ്പേസിൽ യു വിയും കൂടി ചേർന്ന് യു പ്ലസ് വി ഉണ്ടാക്കുമ്പം അതിൻ്റെ പാരലൽ സ്പേസ് അല്ലെങ്കിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മറ്റേ സ്പേസിൽ എന്താ സംഭവിക്കുന്നത്? യുവിൻ്റെ കോർഡിനേറ്റ് വെക്ടറും വിൻ്റെ കോർഡിനേറ്റ് വെക്ടറും അവിടുത്തെ റൂൾ പ്രകാരം കൂടി ചേർന്നിട്ട് യു പ്ലസ് വിൻ്റെ കോർഡിനേറ്റ് വെക്ടർ ഉണ്ടാക്കുന്നു. ഇവിടെ യുവും വിയും കൂടി ചേർന്ന് യു പ്ലസ് വി ഉണ്ടാക്കിയപ്പം അവിടെ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടുത്തെ റൂൾ പ്രകാരം അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് കൂടി ചേർന്നിട്ട് ഈ സമ്മിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഒന്നുകൂടി പോസിറ്റ് ആലോചിച്ചോളൂ. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, ഇതിന് ഞാൻ ഒന്നുകൂടി സിംബോളിക്കലി പറയട്ടെ, മാത്തമെറ്റിക്കലി. ഇതെന്താണ്? ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ, ഇതിൻ്റെ ഇമേജ് അല്ലേ ഇത്, അല്ലേ? ഈ മാപ്പ് ഒരു വിയിലെ വെക്ടറിനെ എഫ് എൻ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന മാപ്പിനെ നമ്മൾ ടി എന്ന് വിളിച്ചത്. അപ്പം ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടറാണത്. അപ്പം ഇത് ആക്ച്വലി എന്താണ്? ടി ഓഫ് യു ആണ്. അപ്പോൾ ഇതോ ടി ഓഫ് വി ആണ്, അല്ലേ? ഈ പ്ലസ് നമ്മൾ എഫ് എന്നിലെ യൂഷ്വൽ അഡീഷൻ, അല്ലേ? ഈക്വൽ ടു ഇതെന്താണ്? യു പ്ലസ് വിൻ്റെ കോർഡിനേറ്റ് വെക്ടറാണ്. അപ്പോൾ യു പ്ലസ് വിൻ്റെ ഇമേജ് ആണ്, അല്ലേ? ടി ഓഫ് യു പ്ലസ് വി, അല്ലേ? അപ്പം ഇത് ഈ ടീൻ്റെ പ്രത്യേകതയാണ്, അല്ലേ? ഈ പറഞ്ഞത് ഇങ്ങനെയല്ലേ മാത്തമെറ്റിക്കലി ചെയ്താൽ ഇതൊരു പോസിറ്റ് ആലോചിച്ച് നോക്കുള്ളൂ. ഇത് എഴുതി കറക്റ്റ് അല്ലേ? ഇത് ടി ഓഫ് യു ആണ്, ഇത് ടി ഓഫ് വി ആണ്, ഇത് ടി ഓഫ് യു പ്ലസ് വി ആണ്. ശ്രദ്ധിക്കണം, ഈ പ്ലസ് എഫ് എന്നിലെ യൂഷ്വൽ അഡീഷനാണ്. എഫ് എൻ ആസ് എ വെക്ടർ സ്പേസ് അതിനകത്ത് ഒരു അഡീഷൻ ഉണ്ട്. ആ അഡീഷൻ പ്രകാരം തന്നെ ഇവിടെ ആഡ് ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ ദിസ് ഈസ് യൂഷ്വൽ അഡീഷൻ ഇൻ എഫ് എൻ. ഈ പ്ലസ് എവിടുത്തെ പ്ലസ്സാ? ഇത് യു പ്ലസ് വി ഇവിടുത്തെ പ്ലസ്സാ. അപ്പോൾ യുവിൻ്റെ ഇമേജും വിൻ്റെ ഇമേജും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കൂട്ടിയാൽ എഫ് എന്നിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യു പ്ലസ് വിൻ്റെ ഇമേജ് കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. കഴിഞ്ഞ വീഡിയോ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്താണ്. ഡൗട്ടുകളുണ്ടാവും, സ്വാഭാവികം, ചോദിക്കുക തന്നെ ചെയ്യുക, വേറൊന്നും പറയാനില്ല. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ബോറാൻ വയ്യ. സോ ഈ ടീൻ്റെ ഒരു പ്രത്യേകത ഞാനപ്പോൾ ഇവിടെ എഴുതിയിട്ട് ഈ ഒരു പ്രത്യേകത ടി ഓഫ് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി. ഇത് നമ്മൾ കണ്ടു. ഇതിന് ശേഷം പിന്നെ നമ്മൾ എന്താ കണ്ടത്? മറ്റൊരു പ്രത്യേകത കണ്ടു. അതായത് ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ക്കട്ടെ. ഇത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത് സ്കാലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. അതായത് ഇവിടെ വെക്ടർ യു ഉണ്ട്, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു സ്കാലാർ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മൾട്ടിപ്ലിക്കേഷൻ എഫ് എൻ വെക്ടർ സ്പേസ് ആണ്. അതിൻ്റെ അകത്തുള്ള യൂഷ്വൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അത് പ്രകാരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം. നമുക്ക് എന്താ കിട്ടുക? ലാംഡ ഇൻറ്റു സി വൺ എറ്റ്സെട്ര ലാംഡ ഇൻറ്റു സി എൻ. ഇതല്ലേ കിട്ടുക? എഫ് എന്നിൽ സാധാ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം മൾട്ടിപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ഇവിടെ ലാംഡ യു കൂടി എഴുതിക്കണം. ലാംഡ യു എന്താ വരിക? ലാംഡ സി വൺ വി വൺ പ്ലസ് എറ്റ്സെട്ര പ്ലസ് ലാംഡ സി എൻ വി എൻ. ഓക്കെ, അപ്പോൾ ഈ ലാംഡ യുവിൻ്റെ ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ലാംഡ യുവിൻ്റെ കോർഡിനേറ്റ് വെക്ടർ അല്ലേ ഇത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ സ്പേസിൽ ലാംഡയും ഈ ലാംഡ എന്ന് പറഞ്ഞ സ്കാലറും യു എന്ന് പറഞ്ഞ വെക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാംഡ യു ഉണ്ടാക്കിയപ്പം അതിൻ്റെ പാരലൽ വേൾഡിൽ അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഈ എഫ് എന്നിൽ അതേ ലാംഡയും ഈ യുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫ് എന്നിൽ റൂൾ പ്രകാരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാംഡ യുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കി. ഇവിടെ ലാംഡയും യുവും കൂടി ചേർന്നിട്ട് ലാംഡ യു ഉണ്ടാക്കിയപ്പം അവിടെ ലാംഡയും യുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവും കൂടി ചേർന്നിട്ട് ലാംഡ യുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ അവിടെ ഉണ്ടാക്കി. ഒക്കെ നിങ്ങൾ പോസിറ്റ് ആലോചിച്ച് നോക്കുക. ഇത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതിനെ ഞാൻ മാത്തമെറ്റിക്കലി ഇതും എങ്ങനെ വരും? ഇത് ആക്ച്വലി ലാംഡ ഇൻറ്റു ഇതെന്താണ്? ടി ഓഫ് യു അല്ലേ, ഇസ് ഈക്വൽ ടു ഇതെന്താണ്? ലാംഡ യുവിൻ്റെ കോർഡിനേറ്റ് അല്ലേ. അപ്പം ടി ഓഫ് ലാംഡ യു. സോ അത് ഞാൻ ഇവിടെ മാറ്റിയിട്ട് ടി ഓഫ് ലാംഡ യു ഈക്വൽ ടു ലാംഡ ഇൻറ്റു ടി ഓഫ് യു. ഓക്കെ, അപ്പോൾ ഈ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത്. അവസാനം പിന്നെ നമ്മൾ പറയുകയും ചെയ്തു ആക്ച്വലി ഈ വിയും എഫ് എനും ഒരുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതുപോലെ 1 2 3 4 5 6 അങ്ങനെ പോകുന്ന ഇംഗ്ലീഷിലെ നമ്പേഴ്സ് അവിടുത്തെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉൾപ്പെടെ മലയാളത്തിലെ 1 2 3 4 5 ഇവിടുത്തെ കൂട്ടലും ഗുണിക്കലും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നില്ലേ.
ഒക്കെ ഒരേ ഉപയോഗത്തിന് പറ്റില്ല, ജസ്റ്റ് ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വിയിലുള്ള വെക്ടേഴ്സിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ FN വെക്ടേഴ്സിന് പറ്റും. മാത്രമല്ല ഈ വിയിൽ ആഡ് ചെയ്യുന്നതിന് പകരം അവിടെ പോയി ആഡ് ചെയ്യാം. കാരണം എന്താ, ഇവിടെ യും വിയും കൂടി ചേർത്തിട്ട് U+V ഉണ്ടാക്കുമ്പോൾ അവിടെ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കൂടി ചേർത്തിട്ട് U+Vൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലാംഡയും യുവും കൂടി ചേർത്തിട്ട് ലാംഡ യു ഉണ്ടാക്കുമ്പോൾ അവിടെ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ലാംഡയും യുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കൂടി ചേർത്തിട്ട് ലാംഡ യുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ആക്ച്വലി രണ്ടും ഒരേപോലെ പോകുന്ന സ്പേസാണ്, ഒരേ ഉപയോഗത്തിന് പറ്റും, ജസ്റ്റ് ഒരു ഭാഷാ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അവിടെയൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവാം, ചോദിക്കാം. അപ്പോൾ വി ഈസ് ആക്ച്വലി FN ഈസ് എ അല്ലെങ്കിൽ വി ഈസ് എ കോപ്പി ഓഫ് FN, അതിൻ്റെ ഒരു ഭാഷാന്തരം മാത്രമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലും കൂടി നമ്മൾ അങ്ങനെ സംഗ്രഹിച്ചതാണ്. വിന്ന് FNലേക്കൊരു ബൈജക്റ്റീവ് മാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പരസ്പരം പേര് മാറ്റാൻ ഉപയോഗിക്കാം അല്ലേ, പുതിയ നെയിമിങ് റെപ്രസെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കാം. ബൈജക്ഷനാണ് അതിന് കാരണമായത്. പിന്നെ ഈ രണ്ട് കാരണത്താൽ തന്നെ ഇവിടുത്തെ അഡീഷന് പകരം അവിടുത്തെ അഡീഷൻ ഉപയോഗിക്കാം അല്ലേ. സോ അല്ലേ, റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് FN ഓൾറെഡി ഉള്ള റൂൾ തന്നെ മതി, അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് റൂളൊന്നും മാറ്റണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇവിടേക്ക് കലാശിച്ചത്. ഇതും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ആകെ തുകയാണ് ഈ സാധനം. ഇവിടെ ഒരു ബോക്സ് ഞാൻ റെഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇതാണ് അത് സാധനം. ഇവിടെയൊക്കെ ഡൗട്ടുകൾ വരട്ടോ, ചോദിക്കുക എനിക്ക് എത്രയേ പറയാനുള്ളൂ. ഇനി ഇതൊന്ന് നോക്കൂ, ഇത് നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞൂടെ. ഈ രണ്ട് ഇത് വിന്ന് FNലേക്കൊരു മാപ്പാണ്. ആ മാപ്പിന് ഈ രണ്ട് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നറിയാം. ഇത് ആക്ച്വലി ഈ ടീയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പ്ലസ് ഇറ്റ് ഈസ് ബൈജക്ഷൻ. So this is T is a bijective linear transformation from V to FN. ഇനി ഈ ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോമോർഫിസം. രണ്ട് വെക്ടർ സ്പേസുകൾക്കിടയിൽ ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഐസോമോർഫിസം. ഞാൻ ഇവിടെ എഴുതാം, എ ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ is called isomorphism. ഇനി അങ്ങനെ രണ്ട് വെക്ടർ സ്പേസുകൾക്കിടയിൽ ഒരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ ആ രണ്ട് വെക്ടർ സ്പേസുകളും ഐസോമോർഫിക് ആണെന്ന് പറയും. ഇവിടെ വിന്ന് FNലേക്കൊരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലേ, അതായത് ഒരു ഐസോമോർഫിസം അല്ലേ. അപ്പോൾ നമ്മൾ പറയും വി ഈസ് ഐസോമോർഫിക് ടു FN. അപ്പോൾ ആ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മാച്ചിട്ട് ഒന്നുകൂടി, ഇതിപ്പോൾ വിയും FN നമ്മൾ ജനറലി ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതിയിട്ട് ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാണ്. അപ്പം ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ അതാണ് ഈ ടൈപ്പ് ഫംഗ്ഷൻസ്, അതായത് ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഐസോമോർഫിസം എന്ന് പറയുക. രണ്ട് വെക്ടർ സ്പേസുകൾക്കിടയിൽ ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ദോസ് വെക്ടർ സ്പേസസ് ആർ ഐസോമോർഫിക് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഐസോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റേതിൻ്റെ കോപ്പിയാണ്. വിയും Wയും തമ്മിൽ ഐസോമോർഫിസം ഉണ്ടെങ്കിൽ വി അല്ലെങ്കിൽ വി ഈസ് ഐസോമോർഫിക് ടു W ആണെങ്കിൽ ഈ പറഞ്ഞതേ ഉള്ളൂ. ഇംഗ്ലീഷിലെ 1 2 3 4 5 മലയാളത്തിൽ 1 2 3, അതായത് ഇൻക്ലൂഡിങ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, അത് മലയാളത്തിലെ കൂട്ടലും അതൊക്കെ ഒരേ ഉപയോഗത്തിന് പറ്റുമല്ലോ, ഒരേ ഉപയോഗത്തിന് പറ്റും. അപ്പോൾ തിയറി ഉണ്ടാക്കുമ്പോൾ ഇംഗ്ലീഷിലെ ആ നമ്പേഴ്സിന് വേറെ തീരും, മലയാളത്തിന് വേറെ തീരും, ഹിന്ദിക്ക് വേറെ തീരും, അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. കാരണം ഇതൊക്കെ ഐസോമോർഫിക്കാണ്. അതേപോലെ തന്നെയാണ് ഈ വെക്ടർ സ്പേസ് എന്ന പരിഗണന കൊടുക്കുമ്പം വിന്ന് Wയിലേക്കൊരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ ദോസ് സ്പേസസ് ആർ ആക്ച്വലി ഇൻ ഓൾ സെൻസ് ആസ് എ വെക്ടർ സ്പേസ് സെയിം. ഇതാണ് ഞാൻ പറയുന്നത്. ഡൗട്ടുകൾ വരാം കേട്ടോ, ഇത് ചോദിക്കുക. ഞാനിങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ബോറടിക്കും. സോ ഞാൻ ഇത് മാച്ചിട്ട് ഒന്നുകൂടി ഫോർമലി എഴുതിയിട്ട് വീഡിയോ ക്ലോസ് ചെയ്യാം. ഒന്ന് പോസ് ചെയ്ത് വായിച്ചോളൂ. ഇവിടെ പറഞ്ഞെന്താണ്, രണ്ട് വെക്ടർ സ്പേസസ് വിയും Wയും എപ്പോഴാണ് ഐസോമോർഫിക് എന്ന് പറയുക, വി ഈസ് ഐസോമോർഫിക് ടു W എന്ന് എപ്പോഴാണ് പറയുക, വിന്ന് Wയിലേക്ക് ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്താൽ. ഇനി ഇവിടെ വിയും Wയും ഒരേ വിൻ്റെയും Wയുടെയും ഫീൽഡ് സെയിം ആണെന്നൊന്നും പറയണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ ഒക്കെ ഡൊമൈൻ്റെയും കോഡൊമൈൻ്റെയും ഒക്കെ ഫീൽഡ് സെയിം ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തിരുന്നു. സോ വി ഓവർ F ആണെങ്കിൽ Wയും ഓവർ F ആണ്. സോ എനിവേ വി ഈസ് ഐസോമോർഫിക് ടു W എന്ന് പറയണമെങ്കിൽ വിന്ന് Wയിലേക്ക് ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യണം. ഇനി അത്തരം ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഐസോമോർഫിസം. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് വിയും W ഫൈനൈറ്റ് ഡയമെൻഷനിൽ ഇൻഫിനിറ്റ് ഡയമെൻഷനിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഓർഡേർഡ് ബേസിസ് അങ്ങനത്തെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
അതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വിയും എഫ് എനും തമ്മിലുള്ള അങ്ങനത്തെ ഒരു അവിടെ ഓർഡേഡ് ബേസിൻ്റെ റെലവൻസ് എന്തായിരുന്നു വിയും എഫ് എനും ചർച്ച ചെയ്യുമ്പം ആ ഓർഡേഡ് ബേസിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ കോർഡിനേറ്റ് വെക്ടർ കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയത് അല്ലേ. അപ്പം അവിടെ മാത്രമേ അതുള്ളൂ. ഇൻ ജനറൽ ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയാൽ മതി. അതിന് ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനേഷനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് വളരെ ജനറലാണ് ഈ സാധനം. ഓക്കെ, സോ ഇനിവേ ഇവിടെ എത്ര ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് മാത്തമാറ്റിക്കലി വിയും ഡബ്ല്യുവും ദേ ആർ സെയിം, അതായത് ആസ് എ വെക്ടർ സ്പേസ്. അതൊന്നും മറ്റേതിൻ്റെ കോപ്പി ആയിട്ട് പരിഗണിക്കാം. ജസ്റ്റ് ഭാഷാന്തരം മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഡൗട്ടുകളൊക്കെ നല്ല സാധ്യതയുള്ള സെക്ഷനാണ്. അപ്പോൾ എൻ്റെ കൂടെ നെറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തവരൊക്കെ അവരെന്തായാലും അവിടെ ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും. ഡൗട്ടുകളൊക്കെ അവർ ചോദിക്കേണ്ടി വരും. അല്ലാത്തവരും വാട്സപ്പ് ത്രൂ ഒക്കെ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ കാണാം.